السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي علم القرآن خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്ന് പഠിക്കുന്നത്. ചെറിയ ഒരു ആമുഖം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു. വിശുദ്ധ ഖുർആന്റെ ഒരു സംക്ഷിപ്തം, അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയാൻ പറ്റുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറ ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഒരു സൂറയാണ്, നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ ഇതിന്റെ ആശയ ലോകം എന്നുള്ളത് ഖുർആന്റെ മൊത്തം സാരാംശം ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് ഓതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാവരും ഫസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം ഓതും, അത് കേൾക്കുക. സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. കഴിയുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, കഴിയുന്ന ആളുകൾ അൺമ്യൂട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله بسم الله الرحمن الرحيم. الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم الرحمن الرحيم مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك إياك نستعين نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين أنعمت الذين عليهم أنعمت عليهم غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا عليهم ولا الضالين. ഓക്കെ, ഓക്കെ. ആർക്കെങ്കിലും ഫാത്തിഹ ഓതണമെങ്കിലേ ഒരാൾക്ക് ഓതാം പ്ലീസ്.
ഇനി ഒരാൾക്കൊരു ചാൻസ് തരാം. എല്ലാ ക്ലാസ്സിലും ഒരാൾക്ക് ഓതാനുള്ള ചാൻസ് തരാം. ആരോടും പേര് പറയുന്നില്ല കേട്ടോ. ചാൻസ് തരും, വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. എടുക്കുന്ന സൂറ ഇത് ഓതാനുള്ള ഒരു ചാൻസ് തരാം. ഇൻഷാല്ലാ. ചാൻസ് വേണ്ട. ഓക്കെ ഓക്കെ, എന്നാൽ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ നമ്മൾ സൂറ അൽ ഫാത്തിഹ ഖുർആന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഏറ്റവും നല്ല ദുആയാണ് സൂറത്തുൽ ഫാത്തിഹ. വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് എന്താണോ, ഏറ്റവും ആവശ്യകരമായത് എന്താണോ, അത് പടച്ചവനോട് ചോദിക്കുകയാണ് ഈ സൂറയിലൂടെ. ചലോ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. അപ്പൊ സ്ലൈഡിലുള്ളത് ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ ബാക്കി വാക്കർത്തൊക്കെ മലയാളത്തിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പം അപ്പം അഥവാ മേ ബി ആർക്കെങ്കിലും ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട്, മെജോറിറ്റി ആളുകളും ഇംഗ്ലീഷിലാണ് കംഫർട്ട് എന്ന് മനസ്സിലായത്. ഓക്കെ, സ്ലൈഡിൽ മാത്രമാട്ടോ, സംസാരം മലയാളത്തിലായിരിക്കും. ബാക്കി നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യും. അപ്പൊ അതിൽ കൃത്യമായിട്ടുണ്ടാവും. ഇതില് പോസ്റ്റ് ആരാണ് ഹോസ്റ്റ്? ഫാത്തിമ, നിങ്ങളൊന്ന് എനിക്ക് എന്നെ ഹോസ്റ്റ് ആക്കോ? ചെറിയൊരു മാറിയിട്ടുണ്ട്. ഞാനിന്ന് മാറി വേറെ ഫാത്തിമ ഷഹാമ ഹോസ്റ്റ് ആയിട്ടുണ്ട്. ഫാത്തിമ ഷഹാം ആരാണ്? ഫാത്തിമ ഷഹാമ ഓവി. ഫാദി ആരാണ്? എന്നൊന്ന് ഹോസ്റ്റ് ആക്കോ? അതിലെ കോ ഹോസ്റ്റ് എന്തെങ്കിലും എന്നാലും എനിക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഫാദിയ ഒന്ന് സാറിനെ ഹോസ്റ്റ് ആക്കോ? ഫാദിയ. ഫാദിയ ആരാണ്? പ്ലീസ് ഫാദിയ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഫാദിയ കേൾക്കുന്നുണ്ടോ ഫാദിയ? ശരിക്കും ആരാ ഹോസ്റ്റ്? നിങ്ങളല്ലേ ഹോസ്റ്റ് ഉണ്ടായിരുന്നത്? എന്ത് ചെയ്യാം? കേൾക്കാമോ ഫാദിയ? ഒരു നമ്പർ ഉണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇതില് സൂറ അൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും നല്ല ദുആയാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു വിശ്വാസി അള്ളാഹുവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദുആയാണ്. ദുആ ഉസ്ലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ദുആയാണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷന് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ല, അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധത്തില് നിങ്ങള് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. അള്ളാഹു മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ടത്. ഇപ്പൊ D4 ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അള്ളാഹുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ത്? ഈ ഒരു സൂറ. ഞാൻ ഉദാഹരണം പറയാം. ഓക്കെ, ഇപ്പൊ ഹോസ്റ്റ് ആയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ സ്ലൈഡിലേക്ക് പോവാം. ദുആ എങ്ങനെ ചെയ്യണം എന്ന് ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദുആ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സൂറ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റോറിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പോവാം. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. സ്ലൈഡ് കാണുന്നില്ലേ? സർ കാണാം. സൂറ അൽ ഫാത്തിഹ. അപ്പോൾ ഫസ്റ്റ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒരാൾക്ക് അർത്ഥം വായിക്കട്ടോ, ഞാൻ മലയാളം പറയാം. Anyone, please. I seek refuge in Allah from the outcast, Shaitan. ഷെയ്ത്താൻ. ഓക്കെ. ഞാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുന്നു. ഓക്കെ. ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളെ വായിച്ചോ ഫാത്തിമ? ഫസ്റ്റ് നിങ്ങളെ വായിച്ചോ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫ്ലോ മിസ് ആവും. In the name of God, the Lord of mercy, the giver of mercy. അള്ളാഹ് ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ, റഹ്മാനിർ റഹീം, റഹ്മാനുർ റഹീം. ആ വേർഡ് നമ്മൾ വിശദീകരിക്കും. Praise belongs to God. Alhamdulillah Rabbil Alameen. Praise belongs to God, Lord of the worlds. അൽഹംദു, യഥാർത്ഥ ഹംദ് ആർക്കാണ്? ലില്ലാഹ്, അള്ളാഹുവിനാണ്. ആരാണ് അള്ളാഹു? റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും നാഥനാണ് അള്ളാഹു. Ar-Rahman Ar-Rahim, the Lord of mercy, the giver of mercy. അത് നമ്മൾ വിശദീകരിക്കും. റഹ്മാൻ റഹീം. മാലിക് യൗമിദ്ദീൻ, Master of the day of judgment. മാലിക്, അള്ളാഹു ഓണറാണ്. യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ, അതോടെ ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. Iyyaka na'budu wa iyyaka nasta'in. It is you we worship, it is you we ask for help. ഇയ്യാക നഅ്ബുദു, അവിടെ ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പടച്ചവനെ, അതുകൊണ്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ, എന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ. Ihdina as-siratal mustaqim. Guide us to the straight path. ഇഹ്ദിന, പടച്ചവനെ നീ ഞങ്ങളെ നയിക്കണമേ. സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ. അള്ളാഹുവിനോട് ചോദിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. Siratal ladzina an'amta alayhim ghayril maghdubi alayhim waladdallin. The path of those you have blessed, those who incur no anger and who have not gone astray. അല്ലെ, എങ്ങനെയുള്ള വഴിയാണ്? അവിടെ ഒരു കണ്ടീഷനിൽ കേട്ടോ, അൺകണ്ടീഷനിലാണ് ഇവിടെ ദുആ. നമ്മൾ മനസ്സിലാക്കണം. അൻഅംത അലൈഹിം, ഇന്നത് എന്ന് സ്പെസിഫിക് അല്ല, ഇന്ന ആളെ പോലെ അങ്ങനെയല്ല. പക്ഷെ ഒരു കോമൺ ആയിട്ട് ഉള്ളൊരു സംഗതി പറയാണ്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അതായത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കണ്ടീഷനും ഇല്ല. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം നിന്റെ കോപത്തിന്റെ ഇരയാവരുടെയോ വഴിപിഴച്ച ആളുകളുടെയോ അല്ല. അതായത് എൻ്റെ ഭാഗത്ത് ഞാനൊരു സ്പെഷ്യൽ കണ്ടീഷൻ റബ്ബിന് മുമ്പിൽ വെക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആശയത്തിലേക്ക് വരാം. ഫസ്റ്റ്, സൂറ അൽ ഫാത്തിഹക്ക് കുറെ പേരുകളുണ്ട് കേട്ടോ, കുറെ പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരാണ് സബ്ഉൽ മസാനി. എന്താണ് സബ്അ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേണേ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ പറയാം. സബ്അ എന്ന് പറഞ്ഞാൽ എന്താ? 7. ഓക്കെ അല്ലെ? 1 2 3 4 5 6 7. അതിൽ സബ്ഉൽ മസാനി എന്ന് പേരുണ്ട്. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹക്ക് ബിസ്മി അതിന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള ഭയങ്കര ഡിസ്കഷൻ ആട്ടോ. പക്ഷെ എന്നാലും സബ്ഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ എന്ന പ്രയോഗം എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രയോഗം ഈ സൂറ അൽ ഫാത്തിഹക്ക് 7 ആയത്തുകളാണ് എന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? പിൻബലം നൽകുന്നുണ്ട്. എന്നാലും ബിസ്മി അതിന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് എന്തുണ്ട്? ഒരു പിന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലൊന്നാണ്. ഇപ്പൊ സബ്ഉൽ മസാനി ഇത് ഖുർആനിലെ തന്നെ ഒരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിൽ ആരും കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു പ്രയോഗം?
അറിയാമോ? പറയാം. അള്ളാഹു പറയാണ്, ശരിക്കും നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ആയത്ത് കൂടിയാണത്. എന്താണ് ആയത്ത്? അള്ളാഹു നമ്മോട് പറയാട്ടോ, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹ് ഈസ് ടോക്കിംഗ് ടു മീ, അള്ളാഹ് എന്നോട് സംസാരിക്കുന്നു വെരി പേഴ്സണലായിട്ട്, വളരെ സ്വകാര്യമായിട്ട് എൻ്റെ റബ്ബ് എന്നോട് എന്തോ പറയാണ് എന്ന ഫീലിംഗ് നമ്മൾ കേൾക്കണം. അല്ലാണ്ട് ഇവിടുന്ന് ഒരാൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നു എന്ന രീതിയില്ല. ഇത് ഖുർആൻ ആയത്തുകൾ പറയുമ്പോൾ കേട്ടോ, അത് എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്ന ഫീലിംഗ് നമ്മൾ കേൾക്കുക. കാരണം അതിൽ നമ്മുടേതായിട്ട് ഒന്നുമില്ലാലോ. അങ്ങനെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. വലഖദ്, ഞാൻ ആയത്ത് ഓതാം. ഇത് സൂറത്തുൽ ഹിജ്റിലെ ആയത്താണ്. എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് നോക്കാൻ പറ്റും. സൂറത്തുൽ ഹിജ്റിൽ ആയത്ത് നമ്പർ 77, 78 അങ്ങനെ തോന്നുന്നു. നോക്കിയിട്ട് പറയാമായിരിക്കും. എനിവാണ്. أعوذ بالله من الشيطان الرجيم ولقد آتيناك سبعا من المثاني والقرآن العظيم. Allah പറയുന്നത്, we have given you the 7 of recited verses and the whole glorious Quran. അതായത് വലഖദ് ആതൈനാക, നാം നിനക്ക് നൽകി. എന്ത് നൽകി? സബ്അം മിനൽ മഥാനി. സബ്ഉൽ മഥാനി, വാട്ട് ഈസ് സബുൽ മഥാനി? സബുൽ മഥാനി എന്തായിരുന്നു? സൂറ ആവർത്തിക്കുന്ന അതേത് സൂറയാണ്? ഫാത്തിഹയുടെ പേര്. ഫാത്തിഹയുടെ പേരാണ്. അപ്പൊ അള്ളാഹു പറയാട്ടോ, ഞാൻ നിനക്ക് സബുൽ മഥാനി തന്നട്ടോ, വൽ ഖുർആൻ അൽ അലീം, പിന്നെ ഖുർആൻ തന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഇൻസ്പിറേഷൻ നമുക്കിത്. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. أرم وايكو ميني. Do not look longingly at the good things we have given some to enjoy. Do not grieve over the disbelievers, but lower your wings over the believers. لا تمدن عينيك إلى ما متعنا به أزواجا. ഇതിന്റെ രസം തന്നോ? അള്ളാഹു പറയണ്ട, നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ തന്നു, നിങ്ങൾക്ക് ഖുർആൻ തന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും എന്ന് പറഞ്ഞാൽ വി ഹാവ് ഗിവൺ സം ടു എൻജോയ്. നിങ്ങളെ ദുനിയാവിൽ നിങ്ങളെ ചുറ്റും കുറെ മനുഷ്യന്മാരുണ്ടാവും. ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന പല ഘടകം അവരിലുണ്ടാവും. അവർക്ക് ഭയങ്കര പൊസിഷൻ ഉണ്ടാവാം, നല്ല പൈസ ഉണ്ടാവാം, നല്ല വീടുണ്ടാവാം, നല്ല വാഹനം ഉണ്ടാവാം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ കുറെ ഉണ്ട്. അപ്പൊ നമ്മള് ചിലപ്പം പെട്ടെന്ന് വാവ് എന്നൊക്കെ പറഞ്ഞു ആളുകൾ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയുന്ന അല്ലെ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ പറയുന്നതാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണോ? നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ തന്നതുകൊണ്ട്, നിങ്ങൾ ഖുർആൻ തന്നതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മീനിങ് എന്താ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഹലോ, എന്താ മനസ്സിലായി? എന്താ അള്ളാഹു പറയുന്നത്? ഇത് സിമ്പിൾ ആണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഈ വീട്ടിൽ കുട്ടികളുണ്ടാവില്ലേ, ചെറിയ കുട്ടികൾ. ഈ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോ നിങ്ങള് ഓക്കെ, നിങ്ങളോ ഹസ്ബൻഡോ വീട്ടിലേക്ക് വൈകിട്ട് മടങ്ങി വരാൻ വിചാരിക്കാം. അപ്പൊ കയ്യില് കുറച്ച് പിന്നെ മിഠായി അല്ല എനിവേ എന്തൊക്കെ സംഗതികൾ വാങ്ങി വരും. അങ്ങനെ വാങ്ങി വരുമ്പോ ഏറ്റവും നല്ലത് ആർക്കാ കൊടുക്കുക? മൂത്താൾക്കോ ഇളയാൾക്കോ? ഇളയാൾക്ക് കൊടുക്കും അല്ലെ? പൊതുവെ അങ്ങനെയാണ്, അവർക്ക് പരിഗണന കൂടുമല്ലോ. അങ്ങനെ ഈക്വല നല്ലത്. അങ്ങനെ കൊടുക്കുമ്പോ മൂത്താൾക്ക് വേറെ കൊടുത്തു. പക്ഷെ ഇളയാള് ഇങ്ങനെ ആൾക്കൊന്ന് കിട്ടി. അപ്പൊ മൂത്താൾക്കൊന്ന് കൊടുക്കുന്ന കാണുമ്പോ ആ കുട്ടി എന്താ പറയാ? ഇവിടെ ആരും കുട്ടികൾ കണ്ടില്ല. പ്ലീസ് റെസ്പോണ്ട്.
ആ എന്താ പറയാ? എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നു. അല്ല, അതിനാദ്യം കൊടുത്തു, എന്നിട്ട് അതും പറയാ വേണം. എന്താ, എനിക്കതും വേണം, ഒരെണ്ണം കൂടെ. എനിക്കതും വേണമെന്ന് പറയും അല്ലേ? അപ്പൊ ഉമ്മ എന്താ പറയാ, അല്ല ഉപ്പ എന്താ പറയാ, ആ നിനക്ക് ഏറ്റവും നല്ല ഞാൻ തന്നു, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്, അല്ലേ? അങ്ങനെ പറയാം, നിനക്ക് തന്ന ഏറ്റവും നല്ലല്ലേ, എന്നിട്ട് നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? ഇതുപോലെ ശരിക്കും നമുക്ക് അങ്ങനെ നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ഫീൽ ചെയ്യണം ശരിക്കും. വളരെ സ്നേഹത്തോടെ അള്ളാഹു പറയാം, എന്താ പറയുന്നത്? എടോ, നിനക്ക് ഞാൻ ഫാത്തിഹ തന്നില്ലേ, നിനക്ക് ഞാൻ ഖുർആൻ തന്നില്ലേ, പിന്നെ എന്തിനാ നീ അങ്ങോട്ട് നോക്കുന്നത്? എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏത് മത്താനേക്കാളും ഏറ്റവും മികച്ചതാണ്, നമുക്ക് ദുനിയാവായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒന്നാണ് നിങ്ങളുടെ സൂറത്തുൽ ഫാത്തിഹ. ദുനിയാവുമായിട്ട് എന്താ 87 ആയത്താണ്, 87th ആയത്താണ്. 87th 87 88 അല്ലേ? വലക്കതാത്തയിലാണ് 87. 87 ഓക്കെ. അപ്പോൾ 87 88 ആയത്തുകൾ നോട്ട് ചെയ്യട്ടോ, നിങ്ങളിങ്ങനെ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ശൈലി ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹ് പറയുന്നതാ, എടോ നിങ്ങൾക്ക് ഫാത്തിഹ തന്നില്ലേ, നിങ്ങൾ ഖുർആൻ തന്നില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത്? കാരണം ഇതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദുനിയാവിനേക്കാൾ എത്രയോ മികച്ചതാണ് ഇതെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാവും. നമ്മൾ പറയുന്നത് ഫാത്തിഹ കൃത്യമായി പഠിച്ച ഒരാളുടെ ലൈഫ് അത് പഠിക്കുന്നതിന് മുമ്പുള്ളത് പോലെ ആയിരിക്കൂല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ആലോചിക്കുന്നതാ, എത്ര കാലമായി ദുനിയാവിൽ ജീവിക്കുന്നു, എന്താ ഉണ്ടാക്കിയത്, എന്താ ഉള്ളത്, ഇങ്ങനെ വെറുതെ ആലോചിക്കും അല്ലെ. തിരിഞ്ഞു നോക്കുമ്പോ ഫാത്തിഹ പഠിച്ച നമുക്ക് പറയാം, ഒരാള് ചിലപ്പോൾ ചോദിക്കുകയാണെന്ത്, നീ എന്താ ഇത്ര കാലം ജീവിച്ചിട്ട് നേടിയത്? അപ്പൊ വേണേ പറയുന്നത്, ഞാൻ ഫാത്തിഹ പഠിച്ചു, എനിക്ക് ഫാത്തിഹ ഉണ്ട്. ചിലപ്പോൾ ആൾ വിചാരിക്കും ഇത്ര കാലം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലെ, ഒരു ക്ലാസ് തുടങ്ങിയ ശേഷം എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്റെ വിഷയം എന്താണോ, ഇത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് ആ ഒരു മെസ്സേജാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ ആയത്തിലൂടെ നൽകുന്നത്. ഓക്കെ, അപ്പൊ സൂറത്തുൽ ഹിജ്ർ നിങ്ങളെ പാരായണം ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണെന്ത്? സബഉൽ മസാനി. സബഉൽ മസാനി. പിന്നെ വേറെ കുറെ പേരുകളുണ്ട്, ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പിന്നെ ഈ സ്ലൈഡ് ഷെയർ ചെയ്യാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് ബാക്കി നോക്കണേ. അൽ വാഫിയ, അൽ കാഫിയ, അൽ അസാസ്, الشفاء، الصلاة، السؤال، الشكر، الدعاء. നമുക്ക് ഇഷ്ടം പോലെ പേരുകളുണ്ട് അല്ലേ? ശുക്ർ, ദുആ, സുആല്, സ്വലാത്ത്, ശിഫാ, അസാസ്, വാഫിയ, കാഫിയ, ഇങ്ങനെ 8 പേരുകൾ ഇതിൽ മാത്രമുണ്ട്. ഇങ്ങനെ ഫാത്തിഹക്ക് ഇഷ്ടംപോലെ പേരുകളുണ്ട്. പക്ഷെ ഇതുള്ള ഇപ്പൊ ദുആ എന്ന് വെച്ചാൽ പ്രാർത്ഥന, ശുക്ർ അല്ലെ, നന്ദി ചെയ്യുക, സുആല് ചോദിക്കുക, ചോദ്യം, അസ്വലാ പ്രയർ നമസ്കാരം, അൽ അസാസ് ബേസ്, ഷിഫാ എന്നാണ് ശമനം, കാഫിയ മതിയായത്. ഇങ്ങനെ ഓരോ നാമവും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, സൂറ അൽ ഫാത്തിഹ. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോകട്ടോ. നെക്സ്റ്റ്, ഈ സൂറയുടെ പ്രത്യേകത, ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഖുറാൻ. നമ്മൾ പറഞ്ഞല്ലോ, ഖുറാന്റെ ഒരു സമ്മറിയാണ് ഈ സൂറ നമ്മൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഖുറാൻ പഠിക്കുന്നതിന് മുമ്പും ശേഷമുള്ള ഒരു മനുഷ്യന്റെ ജീവിതം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഖുറാനിലെ ഏറ്റവും വലിയ സൂറ ഏതാ? ഏതാ? ബക്ര. ഈ ബക്രനെ കാണുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വരുമോ? ചിലപ്പോ പുതിയ കാലത്ത് ചിലപ്പോൾ ദേഷ്യം വരും. അത് ബക്രേനോടല്ല, ഈ ബക്രനെ കൊണ്ടു നടക്കുന്ന ആളോട്. പക്ഷെ ബക്രേനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആരെയും ഉപദ്രവിക്കാത്ത ഒരു പാവം എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിയാണ് എന്ത്, ബക്കറ അല്ലെ? ശരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരിക്കും അള്ളാഹു സൂറത്തുൽ ബഖറ, ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത് നോക്കണേ, ഒരു മാർഗദർശക ഗ്രന്ഥമാണ് ഖുറാൻ, ബഖറ എന്ന് പേര് കൊടുത്ത് അറിയോ? ഓക്കെ, നമുക്ക് ഞാൻ സിമ്പിളായി പറഞ്ഞാല്, ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന ഇൻട്രൊഡക്ഷനിലൂടെ കടക്കാണ്. അതൊരു ബാബാണ്, ഖുറാനിലേക്കുള്ളൊരു എൻട്രൻസ് ആണ്. ആ എൻട്രൻസ് കടന്ന ഒരാള്
എന്തുപോലെ ആയിരിക്കും? ബക്കറയെ പോലെ ആയിരിക്കും. ഒരു ഹദീസ് കേട്ടിട്ടില്ലേ? കുല്ലു മൗലൂദിൻ യുലദ് അൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്ന ഫിത്രത്തിലാണ്. ഏതുപോലെ? കമാ തുൻതിജുൽ ബഹീമത്തു ബഹീമ എന്ന് പറയുന്നുണ്ട്. ഒരു നാൽക്കലതിന് കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ. ഹൽ തുഹിസ്സൂന ഫീഹാ മിൻ ജദാ, ആ കുട്ടിക്ക് വല്ല കുറവുണ്ടാവും അല്ലെ? പശുവിന് അങ്ങനെ പ്രത്യേകിച്ച് കുറവുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബക്കറയെ പോലെയാണ്. നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ആർക്കൊരു ഉപദ്രവം ചെയ്യില്ല, നന്മയെ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യരാകുന്നില്ല. പിന്നെ ഖുർആനിലൂടെ യാത്ര ചെയ്ത് ഇൻസാൻ ആവുന്നുണ്ട് അല്ലെ? ഇൻസാൻ നമ്മൾ കാണുന്നുണ്ട്. ഇൻസാന്റെ പ്ലൂറൽ എന്താ? നാസ് അല്ലെ? ഇൻസാന്റെ പ്ലൂറൽ എന്താ? നാസ്. അപ്പൊ എന്ന് പറഞ്ഞാല് മനുഷ്യനായ മാത്രം പോരാ, മനുഷ്യരുടെ സഞ്ചയം. ഈ ബഷർ എന്ന് വെച്ചാൽ ഖുർആനിൽ ബഷർ എന്ന് പ്രയോഗം. ബഷർ എന്ന് വെച്ചാൽ തൊലിക്കാ പറയാം. ബഷർ എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ച്. അതൊരു ഉപരിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. അപ്പൊ യഥാർത്ഥ മനുഷ്യനാവാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മനുഷ്യനാകാൻ പറ്റുക. അതുകൊണ്ടാണ് ഇൻസാൻ ഹെ നഹി ഹോ ഹൈവാൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനുഷ്യരാകാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിലൂടെ യാത്ര ചെയ്യണം. മനുഷ്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ, ജീവിത ലക്ഷ്യം കണ്ടെത്താൻ. അത് ഖുർആനിലൂടെ യാത്ര നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കത് പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. പൂർത്തീകരിക്കൽ അങ്ങനെ നടക്കൂല കേട്ടോ. അങ്ങനല്ല, ഒരു ലക്ഷ്യത്തില് നമ്മൾ അങ്ങനെ തിരിച്ചറിവ് നേടാം. ഖുർആൻ വേണം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടൂല. ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് കംപ്ലീറ്റ് സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അങ്ങനെയാണോ? സൂറത്തുൽ അലക്കാണ് സൂറ ഫാത്തിഹയാണോ ഫസ്റ്റ് കംപ്ലീറ്റ് സൂറ? അപ്പൊ അലക്കിന്റെ പ്രത്യേകത എന്താ? ഇറങ്ങിയ സൂറ. ഫസ്റ്റിലത്തെ 5 ആയത്സ് മാത്രമേ ആദ്യം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് കംപ്ലീറ്റ് സൂറയാണെന്ത്? സൂറ അൽ ഫാത്തിഹ. ആദ്യമേ ഇറങ്ങിയ സമ്പൂർണ്ണ സൂറയാണ്. ഇതിലെ വേർഡ്സ് ഇതിലെ ഈ ഫാത്തിഹ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. വേർഡ്സ് ആർ റിപ്പീറ്റഡ് 7,500 ടൈംസ് ഇൻ ഖുർആൻ. അതായത് ഇതിലെ വാക്കുകൾ മാത്രം കൃത്യമായി പഠിച്ചാണ്ടല്ലോ 7,500 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട വേർഡ്സ് ആണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. നിങ്ങൾ ആലോചിച്ചു, ചെറിയ സൂറ പഠിച്ചാൽ അത്രയും നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ബാക്കി ഭാഗങ്ങൾ പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂറ അൽ ഫാത്തിഹ. ഓക്കെ, ഞാൻ പറഞ്ഞു അതിന്റെ സ്ട്രക്ചർ ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ? അപ്പൊ ഫസ്റ്റ് ഇപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ അതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഫാത്തിഹയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത്. സുബൽ മത്താനി നോക്കുമ്പോൾ ഫാത്തിഹയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. എനിവേ, ബിസ്മി അവിടെ മാറ്റി നിർത്തിയാൽ തന്നെ ഫസ്റ്റ് 3 ആയ ഈസ് ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അല്ലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ 3 ആയത്തുകളും അതിന്റെ അർത്ഥം പറയണ്ടല്ലോ. ഇത് ആരെ കുറിച്ചാ പറയുന്നേ? ആരെ കുറിച്ചാ? അള്ളാഹുവിനെ കുറിച്ച് അല്ലെ? ഇനി നോക്കുക, അടുത്തത് മിഡിൽ ആയത്ത് അത് സ്കിപ്പ് ചെയ്തു. അതിന് ശേഷമുള്ള ആയത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അവസാനത്തെ 2 ആയത്ത് നമ്മുടെ അബൌട്ട് അസ്, നമ്മുടെ ആവശ്യമാണ് പറയുന്നത് അല്ലെ? യെസ് ഓർ നോ? ഓക്കെ, അത് ഖുർആന്റെ ഒരു സ്ട്രക്ചറിൽ ഒരു ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിൽ വലിയ ആശയമുണ്ട്. നോക്കണം കേട്ടോ, ഇതിൽ മനസ്സിലാവണമെങ്കിൽ മുമ്പ് നോക്കണം. അതായത് ഫസ്റ്റ് ആദ്യ ഭാഗം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു, കുറച്ചുനെ നീ റബ്ബുൽ ആലമീനാണ് അല്ലേ? പ്രതിഫല ദിവസത്തിനുടമയാണ്, റഹ്മാൻ റഹീമാണ്. അതുകൊണ്ട് വി വാണ്ട് ടു ഗിവ് അള്ളാഹ്, കുറച്ചുനെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? നിന്റെ അബുദായിട്ട് ഞങ്ങൾ മാറുന്നു. അവിടെ ഇയ്യാക എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം, അങ്ങനെ യഥാർത്ഥ അബുദായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യൻ മാറാണ്. അതാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇയ്യാക നസ്തഈൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ ദുർബലരായി തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവളുടെ ഹെൽപ്പ് ചോദിക്കും അല്ലെ? യെസ് ഓർ നോ? അപ്പൊ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളെക്കാൾ താഴ്ന്നവരോടാണോ? മീൻസ് ഫൈനാൻഷ്യൽ, ഇപ്പൊ നിങ്ങൾ കടം ചോദിക്കണമെങ്കിൽ
ഒരു പരമദരിദ്രനായ ഒരു മനുഷ്യനോട് ചോദിക്കാം, അല്ലെങ്കിൽ പൈസ ഉള്ളവനോടോ? ആരോട് ചോദിക്കാം? എല്ലാവരോടും. ഉള്ളവനോട്. നമ്മൾ ഹെൽപ്ലെസ് ആയ സിറ്റുവേഷനിലാണ് നമ്മൾ ചിലപ്പോൾ സഹായം ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ. ഇവിടെ നമ്മൾ പറയാണ് അള്ളാഹു നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ഹിസ് ഹെൽപ്പ്. നമുക്ക് അള്ളാഹുവിന്റെ സഹായം വേണം. വഇയ്യാക നസ്തഈൻ. പടച്ചവൻ അതുകൊണ്ട് ഒരു തിരിച്ചറിവട്ടോ നമുക്കുള്ളത്. റബ്ബേ, നീ ഇല്ലാതെ എനിക്ക് ജീവിതം തന്നെ ഇല്ല. കാരണം എല്ലാം നീയും, എല്ലാം നിന്റേതാണല്ലോ, അല്ലെ? എല്ലാം നിന്റേതാണല്ലോ. അപ്പോൾ വഇയ്യാക നസ്തഈൻ. പക്ഷെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് എന്താ? പൈസയാണോ? ആണോ? ആണോ? അപ്പോ നിങ്ങൾക്ക് അള്ളാഹു ഒരു നിങ്ങള് ഈ പഴയ കഥകളൊക്കെ കേൾക്കില്ല, വരം തരിക എന്നുള്ള, ഒരു വരം തരിക, നിനക്ക് എന്ത് വേണം? നമ്മളെന്താ ചോദിക്കുക? സമാധാനം. സമാധാനം. അതിലുള്ള വഴിയെന്താ? ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം, അല്ലെ? ഈ ഖുർആന്റെ വഴി ഹിദായത്ത്, അല്ലെ? ഹിദായത്താണ് ഏറ്റവും പ്രധാനം. അത് കിട്ടിയാൽ എല്ലാമായി. അത് കിട്ടിയില്ലെങ്കിലോ ഒന്നുമാവൂല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ ഇതാണ് സൂറ ഫാത്തിഹ. അപ്പൊ അതിൽ വേറൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കണം കേട്ടോ. ദുആനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദുആയുടെ ഒരു സ്ട്രക്ചർ ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ദുആയുടെ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഈ സൂറയുടെ നോക്കണം കേട്ടോ. ഔദു പറഞ്ഞു, ബിസ്മി പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ. ഇത്രയും ആരെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ച്, അല്ലെ? അള്ളാഹുവിനെ കുറിച്ച്. എന്നിട്ട് എന്ത് ചോദിക്കുന്നുള്ളൂ? ഇയ്യാക നഅ്ബുദു വഇയ്യാക. എന്നിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? ഒരു ഉറപ്പ് പറയാണ്, അല്ലെ? ഒരു ഉറപ്പ് കൊടുക്കാണ്. എന്നിട്ട് എന്ത് ചോദിക്കുന്നുള്ളൂ? എന്റെ ആവശ്യം ചോദിക്കുന്നുള്ളൂ. അത് ആകെ 2 ആയത്തുകളിൽ മാത്രം. ബാക്കി ആയത്തുകളൊക്കെ റബ്ബിനെ കുറിച്ച് പറയാണ്. റബ്ബിനോട് ഒരു അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ, എന്തിനു വിളിച്ചാലും ഞാനുണ്ടാവും, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നീഡ് പറയുന്നത്. പക്ഷെ കോമൺ ദ്വാല നമ്മൾ എന്താ ചെയ്യാ? പൊതുവെ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ എന്താ ചെയ്യല്? നിസ്കരിച്ച് കഴിഞ്ഞാല് പടച്ചോനെ, അല്ലെ, എന്റെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഭയങ്കര വിനയായിരിക്കും. നമ്മള് കേട്ട വിചാരിക്കുന്നോ? അള്ളാഹിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടേ, എന്റെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാലോ, ഞാനതിന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പടച്ചോനെ അതൊക്കെ കണ്ടറിഞ്ഞ് പരിഹരിച്ചു തരണേ, പൂർത്തീകരിച്ചു തരണേ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പടച്ചവനോട് ചോദിക്കാൻ പോലും എന്തില്ല, നമുക്ക് സമയമില്ല, അല്ലെ? ശരിയല്ലേ? കോമൺ അങ്ങനെ സംഭവിക്കാറില്ലേ? പിശാചിന്റെ ഒരു പണിയാട്ടോ. എന്ന് വെച്ചാൽ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ പിശാച് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിശാച് തോന്നിപ്പിക്കും എന്ത്, എന്തോ സംഗതി ഉണ്ട്. അങ്ങനെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്നെ ആരോ കാത്തുവെക്കുന്നുണ്ടായിരിക്കും. പള്ളിയിലൊക്കെ പോയാൽ ജുമാക്കൊക്കെ പോയി കഴിഞ്ഞാല്, അല്ലെ തറാവി ജുമക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ആരോ കാത്തുവെക്കുന്നുണ്ട്. ഞാനിപ്പോ ഇനി ദിക്റൊക്കെ ചെല്ലാന്നില്ലേ പിന്നെ ആള് പോവും. ഒരാളും കാത്തുവെക്കുന്നുണ്ടാവില്ല. അല്ലെ, കാത്തു നിൽക്കുന്നവൻ റബ്ബിനേക്കാൾ വലിയവനല്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അർത്ഥത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ദുആക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ഞാൻ ആ ദുആന്റെ ഒരു സ്ട്രക്ചർ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഇൻഷാ അല്ലാഹ് പിന്നെ ഇപ്പൊ പറയാൻ സമയമുണ്ട്. ഒരാള് സൂറത്തുൽ ഇതെടുക്കോ, സൂറത്തു ശുഅറ എടുക്കോ, ആയത്ത് നമ്പർ 80. അങ്ങനെ 80, ആയത്ത് നമ്പർ 80, ആയത്ത് നമ്പർ 17, 78, 77 എടുക്കോ. കിട്ടിയ പറയണേ. ഓക്കെ. അപ്പൊ ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ബേസ് പറഞ്ഞാല്. ഫസ്റ്റ് ആയ നമ്മൾ ഖുർആൻ തുടങ്ങുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒന്നാണ്. ആരാ സൂറ ശുഅറ എടുക്കുന്ന ഒരാൾ? ഞാൻ എടുക്കുന്നു ജസ്റ്റ് പറഞ്ഞു, എന്നാൽ ബാക്കിയുള്ളവർ നോക്കണ്ടല്ലോ. ഒരാള് ആരാ? ഇനി വേറൊരാള് സൂറത്തു നഹലിലെ ആയത്ത് നമ്പർ 98 എടുക്കും. ആരെടുക്കുക? എനിവൺ? ഞാൻ എടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് കിട്ടിയോ?
സഫീദ ഹുസൈൻ? കിട്ടി ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ദുആയാണ് കേട്ടോ. അത് കറക്റ്റ് ദുആന്റെ ഒരു സ്ട്രക്ചർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പൊ സ്ട്രക്ചർ മാത്രം നോക്കാം. നിങ്ങൾ 79 എന്താ ആയത്തേതാണ്? 77 ഏതാണ്? നിങ്ങൾ അതിന്റെ അർത്ഥം വായിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്രാഹിം അലൈഹി സ്വലാം എങ്ങനെ പ്രാർത്ഥിക്കുന്നത് നോക്കാം. എന്നാൽ അവൻ എന്റെ ശത്രുക്കളാകുന്നു, ലോകരക്ഷിതാവ് ഒഴികെ. ഇതാരാണ് ലോകരക്ഷിതാവ്? അടുത്ത് പറയാം. ഓക്കെ. അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എനിക്ക് ആഹാരം തരികയും കുടിനീർ തരികയും ചെയ്തവൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ, പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ. എന്നെ നീ സമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കണമേ. എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ. തീർച്ചയായും അദ്ദേഹം വഴിവെച്ചവരുടെ കൂട്ടത്തിലാകുന്നു. മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനത്തിലാക്കരുത്. അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ ശരിക്കുണ്ടല്ലോ, നിങ്ങൾ 77 നോക്കുക. ഇപ്പൊ വിശദീകരണ സമയമില്ല. പിന്നെ അതായത് ഈ നിങ്ങൾ അഫർമേഷൻ കേട്ടിട്ടുണ്ടോ? അഫർമേഷൻ, വാട്ട് ഈസ് അഫർമേഷൻ? അല്ലെങ്കിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എനിവൺ? വാട്ട് ഈസ് അഫർമേഷൻ? ആർക്കും അറിയില്ല. സിമ്പിളായി പറഞ്ഞാല് നിങ്ങൾക്ക് കേൾക്കില്ല. മോട്ടിവേഷനിലൊക്കെ കണ്ണാടിയിൽ മുമ്പിൽ പോയി നിൽക്കുക, എന്നിട്ട് പറയാം ഐ എം ബ്യൂട്ടിഫുൾ, അല്ലേ? അങ്ങനൊക്കെ അല്ലേ? പിന്നെ ഐ എം സ്ട്രോങ്, ഐ എം ഹെൽത്തി, അങ്ങനെ അഫർമേഷൻ കേട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? സ്വയം അതെ. അപ്പൊ ഇതുപോലെ നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ളൊരു നിങ്ങൾ ആയിരത്തി നമ്പർ 77 മുതൽ ഇങ്ങനെ നോക്കി കേട്ടോ. ഫസ്റ്റ് അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ എത്രമാത്രം തിരിച്ചറിയും, അത് ശരിക്ക് ഇബ്രാഹിം അലൈഹി സ്വലാം എക്സ്പ്രസ് ചെയ്യാണ്. എന്റെ റബ്ബ് ആരാണ്? ഹു ഈസ് മൈ റബ്ബ്? ശരിക്കും റബ്ബിനെ അറിയലാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ പേർപ്പസ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് പറയുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഫാത്തിഹ. അപ്പൊ നമുക്ക് ഈ ദുആന്റെ ഒരു സ്ട്രക്ചർ ഫാത്തിഹ പോലെ നമുക്കതിൽ മനസ്സിലാവും. അപ്പോൾ സൂറ ഷൂറ ആയത്ത് നമ്പർ 77 ഓൺവേർഡ്സ് എങ്ങനെ പറയുന്നത് വെച്ചാലേ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ കുറച്ച് ആയത്തുകൾ കോട്ട് ചെയ്ത് പോകും. ഇൻഷാ അല്ലാ നമുക്ക് 3 മാസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഖുർആനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടും. ഫാത്തിഹ പഠിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ സൂറ പഠിക്കുക മാത്രമല്ല, അത്യാവശ്യം ഖുർആനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഖുർആൻ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആഴ്ചകൾ നോട്ട് ചെയ്യണം. അത് അയച്ചു തരുന്നില്ല കേട്ടോ. ആയത്തൊന്നും കുറച്ച് നിങ്ങൾ വർക്ക് ചെയ്യണല്ലോ. ആയത്തിന്റെ നമ്പർ നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക. അല്ല, അത് നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കുക. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന ആയത്തുകൾ ഇന്നതാണെന്ന് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തിട്ട് ആയത്തെ നമ്പർ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പിന്നെ നമുക്ക് ദുആനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് സൂറത്തുൽ നഹ്ലിലെ ആയത്ത് നമ്പർ 98, അത് യഥാർത്ഥത്തില് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ എന്തിനെ തുടങ്ങണം എന്നുള്ളത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചോ? പിന്നെ ഷബിൻ തങ്ങൾ വായിച്ചോ? അർത്ഥം വായിച്ച പോലെ ആയത്ത് അർത്ഥം വായിച്ചോ? നീ ഖുർആൻ ഓതുമ്പോൾ അഭിശപ്തനായ പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുക. സത്യവിശ്വാസം കൈക്കൊള്ളുകയും തങ്ങളുടെ റബ്ബിങ്കൽ ബരമേൽപ്പിക്കുകയും ചെയ്ത ആളുകളിൽ ചെകുത്താന് സ്വാധീനമില്ല. ചെകുത്താനെ രക്ഷാധികാരിയായി വരിക്കുകയും അവന്റെ വഞ്ചനയിൽപ്പെട്ട് അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുകയും ചെയ്ത ജനങ്ങളിൽ മാത്രമേ അവന്റെ സ്വാധീനം
ഫലിക്കുകയുള്ളൂ. ഓക്കെ, ആ സ്വാധീനം ഫലിക്കുകയുള്ളൂ അല്ലേ? ഇത് നിങ്ങൾ നോക്കണം, ശരിക്കും നോക്കണം കേട്ടോ. അള്ളാഹു പറയുന്നത് എന്താ? ഫൈദ ഖറഅത്തൽ ഖുർആൻ. ഇത് കൽപ്പന കേട്ടോ. നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഇതെപ്പോഴും ഓർത്ത് വെക്കണേ. ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ല, അങ്ങനെയല്ല വരുന്നേ. നിങ്ങൾ എന്ത് ചെയ്യണം? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം. അത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തിനാ ഔദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഓർഡറാണ്. നിങ്ങൾ ഖുർആൻ ഓതാങ്കിൽ ഔദ് നിർബന്ധമാണ്. പക്ഷെ ബിസ്മി എല്ലാ സ്ഥലത്തും നിർബന്ധമാണോ? ആണോ? അല്ല. ഒരു സൂറത്ത് തൗബയിലില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ആയത്തുൽ കുർസി ഓതാനായിരിക്കും. ആയത്തുൽ കുർസി മിഡിലാണല്ലോ ഒരായത്ത്. അപ്പൊ നിങ്ങൾ ബിസ്മി ഓതണമെന്ന് നിർബന്ധമില്ല, ഔദ് നിർബന്ധമാണ്. അപ്പൊ എന്താണ്? അള്ളാഹുവിന്റെ ഓർഡറാണെന്ത്? ഖുർആൻ നിങ്ങൾ എപ്പോൾ ഓതാണെങ്കിൽ എന്ത് നിർബന്ധ? ഖുർആൻ. അപ്പോ ഇതെന്തിനാണെന്നുള്ളത് ആയത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി വായിച്ചേനെ. ഇപ്പം ആഴ്ചന്റെ രണ്ടാമത്തെ ആയത്തിന്റെ 99 മുതൽ. ചെകുത്താനെ രക്ഷാധികാരി അതെ, ചെകുത്താനെ രക്ഷാധികാരിയായി വരിക്കുകയും അവന്റെ വഞ്ചനയിൽപ്പെട്ട് അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുകയും ചെയ്ത ജനങ്ങളിൽ മാത്രമേ അവന്റെ സ്വാധീനം ഫലിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും മനുഷ്യൻ അള്ളാഹു ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത്. പക്ഷെ അവനിൽ ദുർബോധനം നടത്തുന്ന ആളാണ് ആര്? പിശാച് അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലപ്പം ചില ആളുകളെ കുറിച്ച് നമ്മൾ നാട്ടുപുറത്തൊക്കെ ആളുകൾ പറയും, എന്ത് പിശാശേ അല്ലേ, വല്ലാത്ത ശൈത്താൻ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതിന്റെ ആശയം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, പിശാജ് ശൈത്താൻ, ഈ ശൈത്താന്റെ ദുർബോധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തെറ്റുകളിലേക്ക് നയിക്കുന്നത് അല്ലേ? നമ്മൾ സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസും പഠിക്കും, ഡെപ്ത് പഠിക്കും കേട്ടോ. കാരണം മുഅവ്വദതൈൻ, അഭയാർത്ഥന സൂറകൾ അല്ലേ? സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. ഓക്കെ, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും കേട്ടോ. അപ്പൊ അത് പഠിക്കും, ഡെപ്തിൽ പഠിക്കും. അപ്പൊ ഇന്നിപ്പം ജസ്റ്റ് ബ്രീഫ് മാത്രം. അപ്പൊ ഷെയ്ത്താനെ അത് പിശാചിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടണം. നമുക്ക് പിശാചിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. അതിന് ഒറ്റ വഴിയുള്ളൂ അൾട്ടിമേറ്റ്. എന്താ? ഒന്ന് പ്രധാനമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം മനസ്സറിഞ്ഞ്. അപ്പൊ അതിൻ്റെ ഒരു എങ്ങനെ എന്നുള്ള ചില സംഗതികളെ കുറിച്ച് നമുക്ക് സൂറത്തുൽ നാസൊക്കെ പഠിക്കും, വിശദീകരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ പറയുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇത് ഭയങ്കര ഒരു ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ? ഏത് സൂറ തുടങ്ങുമ്പോഴും എന്തുകൊണ്ടാണ് തുടങ്ങുക? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഞാൻ അർത്ഥം കാണിക്കാം. അഊദു, ഐ സീക്ക് റെഫ്യൂജ്, ഞാൻ ശരണം തേടുന്നു, ബില്ലാഹി അള്ളാഹുവിൽ നിന്ന്, മിന ഫ്രം ഷെയ്ത്താൻ, ഷെയ്ത്താൻ എല്ലാവർക്കും അറിയാം, ഷെയ്ത്താനിൽ നിന്ന്, അർ-റജീം ഔട്ട്കാസ്റ്റ്, കേഴ്സ് അല്ലെ, ശപിക്കപ്പെട്ട. ആദ യുഈദു എന്ന് വെച്ചാൽ ശരണം തേടുക, ഇആദത്ത് ശരണം തേടൽ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഇൻ ദി നെയിം, നാമത്തിൽ. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. റഹ്മാനിർ റഹീം, എങ്ങനെയുള്ള? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. എന്താണ് റഹ്മാൻ? ദി മോസ്റ്റ് കമ്പാഷനേറ്റ്, ദി മോസ്റ്റ് മെർസിഫുൾ. അത് നമ്മൾ വിശദീകരിക്കും. ഇസ്മ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ? ഇസ്മ നെയിം എന്ന് പറയാം, അല്ലെങ്കിൽ നൗൺ. നെയിമാണ്. ഓക്കെ, അതാണ് കറക്റ്റ്. നൗൺ എന്ന് പറയട്ടോ. അപ്പൊ നമ്മള് സബ്ജക്ട് അല്ല, ഇതില്ലേ നൗണ് വേർബ് എന്ന് പറയല്ലേ? നൗണ് വേർബ് കേട്ടില്ലേ നിങ്ങള്? ഇതുപോലെ ഇസ്മ, ഫിഅല്, ഹർഫ്. അറബിയിൽ 3 ആണല്ലേ? ഇസ്മും ഫിഅലും ഹർഫും. അപ്പൊ ഇസ്മു എന്ന് വെച്ചാൽ എന്താണ്? നാമം, നൗണാണ്. ഫിഅൽ എന്ന് വെച്ചാൽ എന്താണ്? വേർബാണ്. അതുപോലെ ഇസ്മ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ്? റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ലൈഫിൽ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം? പടച്ചവന്റെ നാമത്തിൽ ചെയ്യണം അല്ലെ?
ഇൻ ദി നെയിം ഓഫ് അള്ളാഹ്, ഇൻ ദി നെയിം ഓഫ് അള്ളാഹ്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അമലുകൾ പൂർത്തീകരിക്കാൻ, ലക്ഷ്യം നേടാൻ ആര് നമ്മൾ ഹെൽപ്പ് ചെയ്യും? അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും? അള്ളാഹു ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ, നമ്മൾ പറയാറില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ മനഅത്, അല്ലേ? കുറച്ചോനെ, നീ തരാൻ ഉദ്ദേശിച്ച് തരാൻ ഒരാൾക്കും കഴിയില്ല, നീ തടയാൻ ഉദ്ദേശിച്ച് തരാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്കും കഴിയില്ല, അല്ലെ? ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമുക്ക് സംഭവിക്കുന്നതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? എൻ്റെ റബ്ബിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ബോധ്യം, ഈ ബോധ്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് ഉണ്ടാക്കും, അല്ലേ? സിമ്പിൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണമൊക്കെ വരുമ്പോണ്ടല്ലോ, ഈ അങ്ങനെ ഉണ്ടല്ലോ, കല്യാണമൊക്കെ വരുമ്പോൾ ചില ആൾ മുടക്കും, അങ്ങനെ നമ്മൾ അങ്ങനെ മുടക്കി, ചിലപ്പോൾ മുടക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും സംശയമായിരിക്കും, ഇത് ആരോടോ ശത്രു ഇദ്ദേഹത്തിന് ഉണ്ടാവും, ചിലപ്പോൾ തിരിച്ചുണ്ടാവും, ഇത് മൂപ്പര് മുടക്കി തന്നെ കേട്ടോ, ഒരു സംശയമില്ല. നമ്മൾ ശരിക്ക്, പക്ഷെ ഫാത്തിഹ പഠിച്ചവന്, ബിസ്മിയുടെ അർത്ഥം മനസ്സിലാക്കിയവനും അങ്ങനെ വിശ്വസിക്കുമോ? ഇല്ല. എൻ്റെ റബ്ബ് എനിക്ക് എത്താൻ തീരുമാനിച്ചൊക്കെ എൻ്റെ അടുത്ത് എത്തും. റബ്ബ് എത്തണ തീരുമാനിച്ചെന്തില്ല, ഒരിക്കലും എത്തൂല്ല. അപ്പൊ ഈ ഒരു ബോധ്യം ഉണ്ടല്ലോ, ഈ ഒരു ബോധ്യം, അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ ചെയ്യാൻ പോകുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ, അതൊരു തവക്കുലൂടെയാണ്, അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ നമ്മുടെ എന്താ പറയുന്നത് ശരിക്ക്? അള്ളാഹുവെ നീയാണെല്ലാം, നിന്റെ സഹായമില്ലാതെ എനിക്കൊന്നും നേടാൻ കഴിയില്ല, അല്ലെ? അപ്പോൾ എല്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല പ്രധാനം, അത് ചെയ്യുമ്പോൾ ആരുടെ നാമത്തിൽ. അതുകൊണ്ടല്ലേ ഇഖ്റാ എന്നല്ല പറഞ്ഞ ഖുർആന്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ വായിക്കണം സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. ആ വായനയും അല്ലാത്ത വായന എന്തായിരിക്കും? ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? ആ വായനയും അല്ലാത്ത വായനയും. അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാം. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, എല്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാം. ഇസ്മ, അല്ലെ? അള്ളാഹുവിന്റെ നാമത്തിൽ എന്ത് ആരംഭിക്കാം. അപ്പൊ നമുക്ക് ഇതിലുള്ള ലെസൺ ഇതാണ്, നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം. നമുക്ക് ഖുറാനിൽ ഇങ്ങനെ ഈ നിഷേധികൾക്ക് അവരുടെ പരാജയം കിട്ടും. അള്ളാഹു പറയുന്നത് എന്താ? അവരെ സഹായിക്കാൻ മലക്കും ഫിഅത്തുൻസുറൂനഹുമിന്ദൂനില്ല, അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ തുടങ്ങാം. പിന്നെ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകത എന്താ? അൽഹംദ്, സർവസ്തുതിയും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതായ അള്ളാഹുവിനാണ്, അല്ലെ? അൽഹംദ്, ഓൾ പ്രൈസസ്, ലില്ലാഹ്, ബി ടു അള്ളാഹ്, റബ്ബ്, ലോർഡ്, അൽ ആലമീൻ, ലോർഡ് ഓഫ് ഓൾ ദി വേൾഡ്സ്. ഹംദ്, പ്രൈസ്. ആലം എന്ന് വെച്ചാൽ എന്താ? വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെ? അപ്പൊ എല്ലാ ഹംദും അള്ളാഹുവിനാണ്. ഈ ഹംദ് ഭയങ്കര സംഭവം കേട്ടോ. ഹംദിന് ശുക്ർ എന്ന വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. ശുക്ർ, what is ശുക്ർ? ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ? എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. നമ്മളിപ്പോ ഏത് സൂറ പഠിക്കുമ്പോൾ അത് പറയാം. സൂറത്തുൽ ഇഖ്ലാസ്, നമുക്ക് ഒരിക്കലും പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത്. ശരിക്ക് എല്ലാ ഹംദും അള്ളാഹുവിനാണ്, അല്ലെ? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. നമ്മൾ ആരെയാണ് പ്രൈസ് ചെയ്യുക? നമ്മൾ ആരെയാണ് സ്തുതിക്കാറുള്ളത്? കോമൺ മനുഷ്യൻ ഏറ്റവും ആദരണീയർ, ഇഷ്ടമുള്ളവർ, അല്ലെ? നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത ആളുകൾ. അപ്പൊ നമ്മൾ എല്ലാ ഹംദും അള്ളാഹുവിനാണ്, എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്കുള്ളതൊക്കെ എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അല്ലെ? നമുക്കുള്ള നന്മകളൊക്കെ തന്നതാരാണ്? എൻ്റെ റബ്ബാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കാൻ കടപ്പെട്ടത് ദുനിയാവിൽ ആരോടാ? ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പം
ഉമ്മാനോട് അല്ലേ? അതെന്താ കാരണം? പ്രത്യേകിച്ച് പാലൂട്ടി ഉണർത്തിയത്. പ്രസവിച്ച് പാലോട്ട് വളർത്തി. പക്ഷെ ഇൻ റിയാലിറ്റിയിൽ നമ്മളും നമ്മുടെ ഉമ്മയും തമ്മിൽ ഉപ്പയും തമ്മിൽ ഉള്ള ബന്ധം ഒരു ഇന്ദ്രിയത്തുട്ടികളുടെ ബന്ധമാണ്. നമ്മുടെ ശരീരം എങ്ങനെയാകണം, നമ്മുടെ സൗന്ദര്യം എങ്ങനെയാകണം, നമ്മുടെ ബുദ്ധി എങ്ങനെയാകണം, നമ്മൾ എവിടെ ജനിക്കണം, നമ്മൾ എന്ന് ജനിക്കണം, നമുക്കുള്ള ഭക്ഷണം എന്താണ്, നമുക്കുള്ള വിഭവങ്ങൾ, ഇതൊക്കെ തീരുമാനിച്ചത് നൽകുന്ന ആരാ? അല്ലാഹു. ഈവൻ ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ രക്ഷിതാക്കളുടെ മനസ്സിൽ ആ കുട്ടിയോട് സ്നേഹം ഉണ്ടാവണമല്ലോ അല്ലെ? ഈ സ്നേഹം യഥാർത്ഥത്തിൽ എവിടുന്നാണ് കിട്ടുന്നത്? ആരാ കൊടുക്കുന്നത്? അല്ലാഹു. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതേ രക്ഷിതാക്കൾ പ്രായമാകുന്ന ഘട്ടത്തിൽ മക്കൾക്ക് തിരിച്ച് സ്നേഹം ഉണ്ടാവണ്ടേ? അല്ലേ? ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ ശരിക്ക് അവർക്ക് കൂടുതൽ ഉണ്ടാവേണ്ടത് തോന്നും. അങ്ങനെ ഉണ്ടല്ലോ രക്ഷിതാക്കൾ മക്കളോട്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ ശരിക്കും ഉമ്മ എന്താ ചെയ്യുന്നത്? ഉമ്മ കുറേ പ്രയാസം സഹിച്ച് എന്ത് ചെയ്യുന്ന കുട്ടീനെ ജനിക്കുന്നത്. കുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. കിട്ടും, പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, ഞാൻ പ്രത്യക്ഷിച്ച് പറഞ്ഞ കേട്ടോ അല്ലേ? എന്നാലും ആ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹമായിരിക്കും അല്ലേ? യെസ് ഓർ നോ? വല്ലാത്തൊരു സ്നേഹമായിരിക്കും. പക്ഷെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഈ പ്രായമായ ഘട്ടത്തിൽ ഈ കുട്ടിക്ക് സ്നേഹം കൂടണം എന്ന് പറയാൻ കാരണം എന്താ? അവൻ അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിൽ അവന് കിട്ടിയ സഹായങ്ങൾ അല്ലെ, സപ്പോർട്ടൊക്കെ. എന്നിട്ടും ഒരു ഉമ്മാക്ക് കുട്ടിയോടുള്ള സ്നേഹം നേരെ തിരിച്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ഇൻ റിയാലിറ്റിയിൽ അങ്ങനെ സാധ്യതയില്ല അല്ലെ? ഉണ്ടല്ലോ ഇൻ റിയാലിറ്റിയിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വെറുതെ വരുന്നതല്ല. ഇത് കിട്ടുകൊടുക്കുന്നവനെ കുറിച്ച് ആലോചിക്കേണ്ടത് അല്ലെ? ഈ ഉമ്മയുടെ മനസ്സിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രയോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചില സ്ത്രീകളെ കാണും, പിന്നെ ഇപ്പൊ വ്യഭിചാരിണിയായിട്ട് പ്രസവിച്ച സ്ത്രീ ചിലപ്പോൾ കുട്ടി എന്താ ചെയ്യാ? കൊല്ലൂല, വഴിയരികിലൊക്കെ ഉപേക്ഷിക്കും. ഈ ഉപേക്ഷിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? അവൻ അവിടെ പക്ഷികളും എന്തെങ്കിലും അങ്ങനെ അങ്ങനെ അവൻ നശിക്കട്ടെ എന്ന് വിചാരിക്കാം? ആ ഏതെങ്കിലും ഒരാൾ അവനെ സംരക്ഷിക്കും. അല്ല ഹോസ്പിറ്റലൊക്കെ ഉപേക്ഷിക്കുക. നിങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ മതി. കുറച്ചും കൂടി സേഫായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം? മെജോറിറ്റി ആളുകൾ ഉപേക്ഷിക്കാം അല്ലെ? ആളുകൾ കാണുന്ന, ആളുകൾ ശ്രദ്ധിക്കുന്ന സ്പേസുകൾ ഉപേക്ഷിക്കാം. ആണോ ഇല്ലയോ? പ്രത്യേകിച്ച് അല്ലെ? അല്ലാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് വൈക്കം എന്നത് ആ അമ്മയുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പോലും അങ്ങനെ അങ്ങനെ ഉപേക്ഷിക്കുന്നല്ല പറഞ്ഞത്, ഉപേക്ഷിക്കുന്ന ഇടങ്ങൾ പോലും അങ്ങനെയായി മാറുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവ് അള്ളാഹുവിനാണെന്ത് സർവസ്തുതിയും. കാരണം അത് നിങ്ങൾക്ക് ആ സ്തുതിയുടെ അടിസ്ഥാനം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സൂറത്തു ഷുറായിൽ നമ്മൾ ഇന്ന് ഓതിയ ഭാഗമില്ലേ, ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞല്ലോ അഫർമേഷൻ, അത് നോക്കണം കേട്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത് എന്തിനാണ് നമ്മൾ റബ്ബിനെ സ്തുതിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സംഗതികളുടെയും ഹംദ്, ശുക്ർ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് കൊടുക്കണം. അപ്പൊ ശുക്ർ നമുക്ക് പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വിശദീകരിക്കാം. നമ്മുടെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഖുർആന്റെ മെയിൻ ഒരു ഘടകമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് സന്ദർഭത്തിൽ വിശദീകരിക്കാം. അപ്പോൾ ഇത് നോക്കി നോക്കുക. അൽഹംദുലില്ലാ, ഈ സ്തുതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പം സൂറത്തുൽ നസ്റിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ അല്ലേ? അത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ലോകം അംഗീകരിച്ചാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവരും അംഗീകരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ അല്ലേ? അംഗീകരിച്ചല്ലേ? പക്ഷേ എത്ര ത്യാഗം സഹിച്ചു, അതുവരെ എത്ര സുഖമായിട്ട് ജീവിച്ച മനുഷ്യനാ. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്നതാണോ? എല്ലാ വിജയം ഉണ്ടായപ്പോൾ ഇതേ അള്ളാന്റെ സഹായം വിജയം വന്നാൽ ജനങ്ങൾ കൂട്ടമായി പ്രവേശിക്കുന്നുണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ all credits will go to Allah. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹൈർ ചെയ്യാൻ പറ്റിയാൽ തന്നെ അങ്ങനെ ഫീൽ ചെയ്തു, ഓ ഞാനെന്തോ ചെയ്തു അല്ലേ, ഞാനെന്തോ ചെയ്തു.
ഈ ഖുർആൻ പറയുന്നുണ്ട് യുഹിബ്ബൂന യഹ്മദു ബിമാ യഫ്അലു. ചില ആളുടെ പണി എന്താണോ, ഓല് പ്രശംസ ഇങ്ങനെ ആഗ്രഹിക്കും അല്ലെ. ഒരു ഒരു സോഷ്യൽ സർവീസിന് പോയി വിചാരിക്കാം, എല്ലാവരും കൂടിയിട്ട് സ്ലമ്മിലോ അല്ലെ റോഹിംഗ്യ ക്യാമ്പിലോ എവിടെയെങ്കിലും, എനിവേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെ അപ്പം വീട്ടിലെത്തി ഇങ്ങനെ നോക്കും, ഫോട്ടോ വന്നോ, എന്നെ കാണുന്നുണ്ടോ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. ഏതോ ഫോട്ടോയിൽ ഇല്ലെങ്കിൽ അല്ല വല്ലാത്തൊരു വിഷമായിരിക്കും അല്ലേ. ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി ഒരു ഫോട്ടോയിൽ പോലും വന്നില്ല. നമുക്ക് ഫീൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഫീൽ ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താണ്, അങ്ങനെ ഒരു അവസരം തന്നിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹുവിനോട് പറയണം എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് എൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇങ്ങനെ അത് ഒരു തിരിച്ചറിവിന്ന് വരുന്ന കേട്ടോ. അല്ലാണ്ട് അപ്പൊ നമുക്ക് ശരിക്ക് ലൈഫിൽ എല്ലാ സംഗതികൾക്കും ഹംദ് 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 അള്ളാഹു നൽകിയ നിഅമത്തുകൾ മാത്രം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം നമ്മൾ റബ്ബിനെ സ്തുതിക്കണം അല്ലെ. അപ്പോ നെക്സ്റ്റ് പറയുന്നത് അർ-റഹ്മാൻ റഹീം. അള്ളാഹുവിന്റെ 2 നാമങ്ങളാണ്. എന്താണ്? റഹ്മാൻ റഹീം. പിന്നെ ഇതിൽ നമുക്ക് ഈ അള്ളാഹുവിന്റെ നാമങ്ങൾ ചിലത് നമുക്ക് പഠിക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ വന്ന് റബ്ബാണ്. നമുക്ക് 2-3 നാമങ്ങൾ ഒന്നിച്ച് പഠിക്കാം. ഓക്കെ. പിന്നെ റഹ്മാൻ റഹീം, ദ ലോർഡ് ഓഫ് മേഴ്സി, ദ ഗിവർ ഓഫ് മേഴ്സി. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ. ഖുർആൻ പഠിപ്പിച്ചെന്താണോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ആണ് ഉന്നതമായ നാമങ്ങൾ, നിങ്ങൾ അതുകൊണ്ട് വിളിക്കണം. ഓക്കെ, അതിൽപ്പെട്ടതാണ് റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന് പറയുന്നത് ഷോയിങ് മെർസി ടു ദി എൻറ്റയർ ക്രിയേഷൻ ആസ് എ ഹോൾ അറ്റ് ഓൾ ടൈംസ്. റഹ്മാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ സമയത്തും കാരുണ്യം പകർന്നു നൽകുന്നവൻ. റഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോയിങ് എക്സ്ട്രാ റഹ്മ സ്പെസിഫിക്കലി ഫോർ ബിലീവേഴ്സ്, എസ്പെഷ്യലി ഇൻ ഹിയർ ആഫ്റ്റർ ലൈഫ് അല്ലേ. ഇതാണ് റഹ്മാൻ റഹീം വ്യത്യാസം. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഖുർആനിൽ ഒരു പ്രയോഗം കിട്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ പ്രയോഗമാണ്, സിബ്ഗത്തുല്ലാഹ്. നിങ്ങൾ അള്ളാഹിന്റെ വർണ്ണം സ്വീകരിക്കുക എന്നാണ് അതിന്റെ ആശയം. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. അതായത് അള്ളാഹുവിന്റെ വർണ്ണത്തേക്കാൾ ഉത്കൃഷ്ടമായത് എന്താ ഉള്ളത്? അപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ കളർ സ്വീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഇങ്ങനെ റബ്ബിന്റെ കളർ, അള്ളാഹിന്റെ കളർ ഏതാ പറയാൻ പറ്റുമോ? ഏത് കളറാ? കളറില്ല. ഇല്ലേ? അപ്പൊ ഖുർആൻ പറഞ്ഞ നിങ്ങൾ അള്ളാഹിന്റെ കളർ സ്വീകരിക്കാം. അള്ളാഹിന്റെ കളർ സ്വീകരിക്കുക വെച്ചാല് അതൊരു ഒരു വിശ്വാസി കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്. ഈ കളർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ചുമര് ഇതിന് ഉപരിതലത്തിലുള്ള കളറാണ് ഉള്ളിലുണ്ടാവുക. നിങ്ങളെ മുടിക്ക് മൈലാഞ്ചി ഇട്ട് വിചാരിക്കാം, ആരെങ്കിലും മുടിക്ക് മൈലാഞ്ചി ഇട്ട് ഉള്ളിലും പുറത്തും ഒരേ കളറായിരിക്കോ? ആയിരിക്കും അല്ലെ? അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങൾ തുണികളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ ചില എല്ലാ സ്ഥലത്തും കളർ ഇങ്ങനെ മുങ്ങി നിൽക്കുക. ഉപരിതലം മാത്രമല്ല, ഇതിനെന്ത് പറയാ? റബ്ബിന്റെ കളർ സ്വീകരിക്കാന്ന് പറയാം. ജീവിതം മുഴുവൻ എന്ത് ചെയ്യാ? അള്ളാഹിന്റെ കളറിൽ. അതിന് നമ്മൾ ഖുർആൻ പഠിക്കുന്നത് ഭയങ്കര കളർഫുൾ ആയ ലൈഫായിരിക്കും അള്ളാഹുവിന്റെ കളർ. സിബ്ഗത്തുല്ലാ. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഒന്നാണ് റബ്ബിനെ അറിയണം. അള്ളാഹുവിനെ അറിയണം. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണത് അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലെ. ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നുള്ളത് എന്താണ്? അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലാണ്. അതിനപ്പുറം ആരും ഉണ്ടാവില്ല. നമുക്ക് റഹ്മത്ത് എന്ന് വെച്ചാൽ ചെറുതായിരിക്കും. പക്ഷെ അള്ളാഹിന്റെ റഹ്മത്ത് എന്തായിരിക്കും? റഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ. എല്ലാത്തിനും അപ്പുറമായിരിക്കും എന്ത്? അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലെ. അള്ളാഹുവിന്റെ റഹ്മത്ത്, നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഭയങ്കര ഹോപ്പ് ഉണ്ടാവണം കേട്ടോ. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയില്ല. എന്ത് വേണം? അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. അള്ളാഹുവിന്റെ ഏറ്റവും ഖുർആൻ പഠിപ്പിച്ചെന്താ? ഖുൽ ഇദുല്ലാഹ ബിദുർ റഹ്മാൻ. നിങ്ങളൊന്നുകിൽ അള്ളാഹ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? റഹ്മാൻ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെന്താണ്? നരകത്തിന്റെ കാവൽക്കാരനോ അല്ലെ, നന്നായി പണിഷ് ചെയ്യുന്ന ആളോ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അള്ളാഹു ആരാണ്? റഹ്മാനാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് 7:30 ആയി. പിന്നെ ഇപ്പൊ തന്നെ എന്താന്ന് വെച്ചാല് പിന്നെ ഇതിങ്ങനെ ഭയങ്കര ചുരുക്കിയിട്ട് നമ്മൾ കാര്യം പറയുന്നത്. എന്നാലും പിന്നെ എസ്പെഷ്യലി ഫാത്തിഹ ആകുമ്പോൾ പ്രത്യേകിച്ചും, പിന്നെ ഖുർആന്റെ ഒരു സൗന്ദര്യമാണത്. അതിന്റെ ഓരോ ആയത്തുകളും ഖുർആന്റെ മൊത്തം സാരാംശമാണല്ലോ.
അപ്പോൾ പിന്നെ അതിൻ്റെ ആശയം അത്രത്തോളം ഉണ്ടാവും. ഇൻഷാ അല്ലാ അതിൽ ഹംദുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് മാത്രം പറയാനുള്ളത്. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എല്ലാം എന്ത് തുടങ്ങുള്ളൂ എല്ലാവരും തന്നെ ഹംദു തുടങ്ങുന്നത് അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ബിഹംദില്ലാഹി വഹുവ റദ്ദ്. ഏത് നല്ല കാര്യവും ഹംദ് കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അള്ളാഹ് റിജക്റ്റ് ചെയ്യും അല്ലെ? എന്തുകൊണ്ട് തുടങ്ങണം? ഏത് കാര്യവും നല്ല കാര്യം ചെയ്യുമ്പോഴോ എന്തുകൊണ്ട് തുടങ്ങണം? ഹംദ് കൊണ്ട്. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുകയാണെങ്കിലും, അല്ല ഓഫീസിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങണം. കാരണം അല്ല ശരിക്കും അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിള്. നമ്മൾ ഭയങ്കര തിയററ്റിക്കലൊന്നും പോകണ്ട കേട്ടോ കാര്യങ്ങൾ. അതിനേക്കാൾ ഉപരി നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നു. ഇത് ആരും തീരുമാനിച്ചോണ്ട? അള്ളാഹ് അനുഗ്രഹിച്ചുകൊണ്ട്. എത്ര ആളുകൾ യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു ഇരുത്തം മാത്രം എത്ര ആളുകളുടെ സ്വപ്നമാണെന്നോ അല്ലേ? ഒന്ന് ഇരിക്കുക, അത് സ്വപ്നം കാണുന്ന എത്രയോ മനുഷ്യന്മാര് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ആലോചിക്കുക, റബ്ബിനെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ എന്തിനാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ കളർ സ്വീകരിക്കുക. അത് ഭയങ്കര കളറായിരിക്കും. അള്ളാഹുവിന്റെ കളർ നമ്മൾ എന്ത് ചെയ്യുക? സ്വീകരിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പൊ എടുത്ത ഭാഗങ്ങളെ ഒന്ന് ക്ലിയർ ആയി പഠിക്കണേ. അതിൽ സ്പെസിഫിക്കലി ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, നമ്മൾ മെൻഷൻ ചെയ്ത ആയത്ത് നോക്കാം. പിന്നെ ഏതെങ്കിലും എനിവൺ അങ്ങനെ നോട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ നമ്മൾ പിന്നെ ഇൻചാർജ് ആർക്ക് അയക്കാം? ആരാ ഇൻചാർജ് ആയിട്ട്? ആരാ? ഹലോ, ആർക്ക് അയക്കാം? ഷബീനത്തെയോ ഫാത്തിമയോ ആരാ? അങ്ങനെയോ? ഇൻഷാല്ലാ. എനിക്ക് ഇൻഷാല്ലാ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉമ്മുൽ ഖുർആനും വരുന്നില്ലേ ഫാത്തിഹക്ക് നെയിംസ് വരുമ്പോ? ഉമ്മുൽ ഖുർആൻ എന്നുള്ളത് മക്കയെ കുറിച്ചുള്ള പേരാണല്ലോ. ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ ഉണ്ട്. ഖുർആന്റെ മാതാവ് ഉണ്ട് കേട്ടോ. ഉമ്മുൽ ഖുർആൻ അല്ല. ഉണ്ട്. ഉമ്മുൽ ഖുർആൻ അങ്ങനെയുണ്ട്. ഖുർആന്റെ മാതാവ്. അങ്ങനെ പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? ഖുർആന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ഓക്കെ, ഉമ്മുൽ ഖുർആൻ. അങ്ങനെ കുറെ നാമങ്ങളുണ്ട് കേട്ടോ. ഉമ്മുൽ ഖുർആൻ അതൊരു കോമൺ ആയിട്ടുള്ള നാമമാണ്. അങ്ങനെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാതെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു തോന്നുന്നു, ഏറ്റവും പ്രധാനം ടേക്കിംഗ് ആക്ഷൻ അല്ലെ? ആക്ഷൻ എടുക്കലാണ് ഏറ്റവും പ്രധാനം, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എടുക്കേണ്ട ആക്ഷൻ എന്താ? ഇന്നത്തെ ഒരു ആക്ഷൻ പറയാം, ഒറ്റ ആക്ഷൻ പറയാം. നമുക്ക് കുറേ ഇതുണ്ടാ. ഒന്ന് ആയത്തുകൾ നോക്കുക. ഞാൻ ലൈഫിലുള്ള ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദുആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഒന്ന് എൻ്റെ റബ്ബിന് മുമ്പിൽ ഇരിക്കുന്നത് ആ ഒരു ഫീൽ ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ കുറിച്ചുള്ള നന്മകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. അങ്ങനെയുണ്ടല്ലോ, മനസ്സിലിങ്ങനെ അള്ളാഹിനെ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ദുആ ചെയ്യാം. അപ്പൊ അതാണ് ഇന്ന് പറയുന്ന ഒരൊറ്റ ആക്ഷൻ പോയിന്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഉള്ളത് ഹംദ് കൊണ്ട് തുടങ്ങുക. പിന്നെ പറഞ്ഞത് എന്തുകൊണ്ടോ നമുക്ക് ലാസ്റ്റ് 2-3 ആക്ഷൻ പോയിന്റ്സ് നമ്മൾ പറയണേ. അപ്പോൾ അതിൽ ഇന്ന് പ്രധാനം ശ്രദ്ധിക്കേണ്ടതാണ് ദുആകൾ എന്ത് ചെയ്യാം? ഒന്ന് സമയമെടുത്ത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവൻ ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ അടുത്ത ക്ലാസ്സോട് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എത്ര പഠിച്ചാലും മതിയാവില്ല. അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ സവിശേഷമായിട്ട് പഠിച്ചവനെ അത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലെ? സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞല്ലോ, ഫാത്തിഹ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുനിയാവിൽ അപ്പുറത്തേക്കൊന്നും നോക്കൂല. അത്രമാത്രം സൗന്ദര്യം ഫാത്തിഹക്കുണ്ട്, ഖുർആനുണ്ട്. അല്ലാഹുവേ, ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണേ. ആ തിരിച്ചറിവ് കിട്ടുമ്പോൾ ജീവിതം എന്ത് രസമായിരിക്കും, എത്ര കളർഫുൾ ആയിരിക്കും അല്ലെ? സിബ്ഗത്തുല്ലാ, നിന്റെ കളർ സ്വീകരിക്കുന്ന, നിന്റെ
നൂറിൽ ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അതാണ് ഞങ്ങളെ മക്കളെയും കുടുംബത്തൊക്കെ ആ അർത്ഥത്തിൽ ഖുർആന്റെ തള്ളിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ പഠിച്ചവനെ. ലോകത്തുടനീളം ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ, എസ്പെഷ്യലി പലസ്തീനിലൊക്കെ, അവരൊക്കെ നീ അനുഗ്രഹിക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യണമേ പഠിച്ചവനെ. ഈ ഖുർആൻ പഠനത്തിന്റെ ബർക്കത്ത് ഞങ്ങളുടെ എല്ലാ മേഖലയിലും, വ്യക്തിജീവിതം, കുടുംബജീവിതം, ഞങ്ങളുടെ കരിയർ, പ്രൊഫഷൻ, എല്ലാ മേഖലയിലും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ഖുർആൻ പഠന സംരംഭം അതിൽ സ്പെസിഫിക്കലി പറയാനുള്ളത്, ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ, ഇവിടെ പഠിതാക്കള ആളുകളോട് കുറെ കാലമായി ഖുർആൻ ഷരീഫ് എടുക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇത്ര കുറച്ചും കൂടി റിഗറസ് ആയി ഫോളോ ചെയ്യുന്ന, അതേപോലെ തന്നെ ഇത്രയും അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ നോട്ട്സ് കൃത്യമായി ഷെയർ ചെയ്യുന്നു. ഞാൻ 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 ഇങ്ങനെ അങ്ങനെ പറയല്ല കേട്ടോ, അങ്ങനെ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയില്ല. ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഇത്ര അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഖുർആൻ സ്റ്റഡി എൻ്റെ ഓർമ്മയിൽ ഞാൻ എടുത്തിട്ടില്ല. അതായത് നോട്ട്സ് ഷെയർ ചെയ്യുന്നു, അറ്റൻഡൻസ് എടുക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതില് ടീമിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പഠിതാക്കളോട് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം എന്ത് ചെയ്യും എല്ലാവരും മനസ്സിലാക്കും. പ്രത്യേകിച്ച് അവരുടെ എഫേർട്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ദുആ ക്ലാസ് കഴിയുമ്പോൾ ദുആ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഒറ്റ സംഗതി ഉള്ളത്, നമ്മൾ 7:30 ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. പിന്നെ ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. അതുകൊണ്ട് പിന്നെ 7:30 അങ്ങനെ ടൈം പാലിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ, കാരണം ആവശ്യമുള്ളവർക്ക് ലീവ് കേട്ടോ. ലീവ് എന്നുള്ള പ്രശ്നമല്ല. ക്ലാസ് 6:30 to 7:30 ആണ്. പിന്നെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ട് പിന്നെ നടക്കും. അത് ആഡ് ഓൺ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു.